ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് തളിര് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. കേരളത്തിൽ ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചത് ഏത് വിദേശ ശക്തികൾ വന്നതിന്റെ ഫലമായാണ്? ഉത്തരം പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ചവിട്ടുനാടകത്തെ കൊണ്ടുവന്നത്. ഇന്ത്യയിലെത്തിയ ഏത് വിദേശ ശക്തികളെയാണ് ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത്? ഉത്തരം ഇന്ത്യയിലെത്തിയ ഡച്ചുകാരെയാണ് ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരായിരുന്നു? ഉത്തരം കുഞ്ഞാലിമരയ്ക്കാറായിരുന്നു സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ. പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നതിനു ശേഷം അവർ എന്തൊക്കെ കാർഷിക വിളകളാണ് ഇവിടെ കൊണ്ടുവന്നത്? ഉത്തരം പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില എന്നീ കാർഷിക വിളകളാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ കൊണ്ടുവന്നത്. സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ് ആണ് സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തി അത് നിർത്തലാക്കിയ നവോത്ഥാന നായകൻ. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ ഉണ്ടായിരുന്ന ഗോത്ര ജനതയെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം സാന്താൾ എന്നാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലുള്ള ഗോത്ര ജനതയെ അറിയപ്പെടുന്നത്. എന്നാണ് കേരളത്തിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് ആദ്യത്തെ തീവണ്ടി ഓടിയത്? ഉത്തരം 1861 കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത്. ഇന്ത്യയിലെ റെയിൽവേ ആരംഭിക്കുന്നത് ഏതു വർഷമാണ്? ഉത്തരം 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന വരികൾ ആരുടേതാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോന്റെ വരികളാണ് ഇവ. ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം കുമാരനാശാന്റെ കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? സി ശങ്കരൻ നായരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. മലബാർ ലഹള പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം ഉറൂബാണ് മലബാർ ലഹളയെ പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത്. ഇന്ത്യൻ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്തയിലാണ് ഇന്ത്യൻ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. സുന്ദർബൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. PC കുട്ടിക്കൃഷ്ണൻ ഏതു തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഉറൂബ് എന്ന തൂലികാ നാമത്തിലാണ് PC കുട്ടിക്കൃഷ്ണൻ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ടെസി തോമസ് ആണ് ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 2012 ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്നത്. പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ ഏതാണ്? ഉത്തരം തലയോട് എന്ന നോവലാണ് പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം നഗോഡകൾ എന്നാണ് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരെ അറിയപ്പെടുന്ന പേര്. രാത്രിമഴ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം സുഗതകുമാരിയാണ് രാത്രിമഴ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ്. ഏതു വർഷം മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത്?
ഉത്തരം 1965 മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രി. ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം രമാബായി ആണ് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത്. ആരുടെ നേതൃത്വത്തിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്നത്? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്നത്. രാജ്യാന്തര യോഗാ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 21 രാജ്യാന്തര യോഗാ ദിനം. പുലയ സമുദായത്തിലെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാൻ ആരാണ്? ഉത്തരം അയ്യങ്കാളിയാണ് പുലയ സമുദായത്തിലെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാൻ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ. അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവയാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം. രാഷ്ട്രീയക്കാരനല്ലാത്ത ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ്? ഉത്തരം APJ അബ്ദുൽ കലാമാണ് രാഷ്ട്രീയക്കാരനല്ലാത്ത ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി. ഇന്ത്യയിലെ ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യയിൽ ഓഗസ്റ്റ് വിപ്ലവം എന്ന് അറിയപ്പെടുന്ന സമരം. പാവങ്ങളുടെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം തക്കാളിയാണ് പാവങ്ങളുടെ ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ആനി ബസന്റ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്ന് അറിയപ്പെടുന്നത്. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റായി ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഉത്തരം മഞ്ഞ നിറമാണ് മഞ്ഞുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റായി ഉപയോഗിക്കുന്ന നിറം. ലോകത്തിലെ ഏറ്റവും ചെറിയ വൻകര ഏതാണ്? ഉത്തരം ഓസ്ട്രേലിയയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ വൻകര. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ആരുടെ വരികളാണിത്? ഉത്തരം വയലാറിന്റെ കവിതയിലെ വരികളാണിത്. കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ഉത്തരം അനിമോമീറ്റർ ആണ് കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇന്ത്യയിലെ ആദ്യ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം താരാപൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.